മറുനാടൻ ഒരു ദിവസം പെട്ടെന്നൊരു വീഡിയോ ഇടുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, നടൻ മമ്മൂട്ടിക്ക് ക്യാൻസറാണ്, അതും ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഭയങ്കരമായിട്ട് ആൾക്കാർ മൊത്തം ഷോക്കാവുകയാണ് ചെയ്തത്. കാരണം നടൻ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് അദ്ദേഹം കെയർ ചെയ്യുന്ന, ഫുഡായാലും ശരി, എല്ലാം ശരി. ഈ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ആരോഗ്യമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ ഒരു ന്യൂസ് കേട്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി. അദ്ദേഹത്തിന് പെട്ടെന്ന് ക്യാൻസർ വന്നോ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഭയങ്കരമായിട്ട് ആ ഒരു ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ മമ്മൂക്കയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഭാഗത്തുനിന്നോ ആരും തന്നെ ഇതിനെപ്പറ്റി ഒന്നും റിപ്ലൈ ഒന്നും തന്നെ തന്നിട്ടില്ലായിരുന്നു. പക്ഷേ മറുനാടൻ ഇതിനെക്കുറിച്ച് പിന്നെയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് വലിയ പേടിക്കാനുള്ള രീതിയിലൊന്നുമില്ല, ചെറിയ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ ഷൂട്ടിങ്ങിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരുന്ന അതിൽ നിന്ന് ലീവ് എടുത്ത് അവധി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുൽഖറും ആ ഒരു ചെയ്തുകൊണ്ടിരുന്ന പടത്തിൽ നിന്ന് അവധി എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു. ചില നടന്മാർ, ചില പ്രൊഡ്യൂസറൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്നും തന്നെയില്ല, ഇപ്പം നൊയമ്പ് സമയമൊക്കെ ആയതുകൊണ്ടാണ്, അതിൻ്റെ റെസ്റ്റൊക്കെ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ലീവ് എടുത്തത്, അല്ല വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിലും ന്യൂസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് കൃത്യമായിട്ട് വരുന്നതെന്നൊന്നും തന്നെ ആർക്കും അറിയാൻ പറ്റുന്നില്ല. കുറേ പേര് അവരിഷ്ടത്തിന് ഓരോന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നടനായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ റിലീസാകാൻ പോകുന്ന സിനിമയുടെ ഭാഗമായിട്ടൊക്കെ ശബരിമലയിൽ പോയിരുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്തു, റെസിപ്റ്റും കാര്യങ്ങൾ എന്ത് ചെയ്ത് ഒരു അർച്ചന പോലെ നടത്തി. അതിനകത്ത് മമ്മൂക്കയുടെ പേരിൽ ഒരു അർച്ചന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ആ ഒരു അർച്ചന രസീത് ഉണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ എടുത്ത് അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എന്ത് ചെയ്തു, മമ്മൂക്കയുടെ പേരിൽ അർച്ചന നടത്തി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിലും കുറേയധികം പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇതേ കണക്ക് ക്യാൻസറൊക്കെ വന്നുകൊണ്ടാണ് ഇതേ കണക്ക് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മോഹൻലാൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അഖിൽമാരാർ ഒരു കാര്യം പറഞ്ഞു. അഖിൽമാരാറിനെ കുറേ പേർക്ക് ബിഗ് ബോസിൽ വിന്നറായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മമ്മൂക്കയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുക്കുവാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ ഒന്നുമില്ലെന്നാണ് അഖിൽമാരാരും പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ എമ്പുരാൻ്റെ ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് മോഹൻലാൽ ഭയങ്കരമായിട്ട് ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിൽ പോയിട്ട് ഇതേ കണക്ക് പ്രസ് മീറ്റൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലൊരു പ്രസ് മീറ്റ് നടത്തി. അവിടെ വെച്ച് ഇതേ കണക്കൊരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, എന്താണ് മമ്മൂക്കയ്ക്ക് പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ഇതേ കണക്ക് ഒരു അർച്ചനയൊക്കെ നടത്തി എന്താണ് എന്നൊക്കെ ചോദിച്ച സമയത്താണ്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഒരാളുടെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മമ്മൂക്കയ്ക്ക് കുഴപ്പമൊന്നും തന്നെയില്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് തന്നെയാണ് ലാലേട്ടനും പറഞ്ഞത്. എന്നിരുന്നാലും ഫുള്ളായിട്ട് അദ്ദേഹം ആരോഗ്യം തൃപ്തിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തൊക്കെയോ ചില ഇഷ്യൂ ഉണ്ടെന്ന് ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേന് അതെല്ലാം മാറി പെട്ടെന്ന് തന്നെ മമ്മൂക്ക പഴയ രീതിയിലാവുമെന്നാണ് എല്ലാ ഫാൻസും വെയിറ്റ് ചെയ്യുന്നത്.